വാലന്റൈൻസ് കോണിലെ പോയിന്റ് ബ്ലാങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വ്യൂവർഷിപ്പ്, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളെ തീർച്ചയായും ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു മുഖവരയുടെ കാര്യമില്ല, കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിന്റെ അഭിനേതാവ്, സംവിധായകൻ, എഡിറ്റർ, മ്യൂസിക്, ലിറിസിസ്റ്റ്, എനിക്ക് തോന്നുന്നു ക്യാമറ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? റൈറ്റ്. അതിപ്പോ വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ബാലചന്ദ്ര മേനോൻ, ബാലചന്ദ്ര മേനോൻ സാറ് എനിക്ക് തോന്നുന്നു 4-5 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം സ്നേഹത്തോടു കൂടി. സന്തോഷ് പണ്ഡിറ്റിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നെ ഹീറോ ആണ് സന്തോഷ് പണ്ഡിറ്റ്. പറയൂ, ഇങ്ങനെ ഒരു കൃഷ്ണനും രാധയും എന്നൊരു ചിത്രം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണനും രാധയും തമ്മിൽ അതിലൊരു പ്രണയമായിരിക്കാം അല്ലെ? ആ പടത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്നത് താങ്കളാണോ? ഒരിക്കലും അല്ല. സസ്പെൻസ് വേറെ. ഇത് സിനിമ, ഞാൻ ഒരു സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ്. ഒരു എ ടു സെഡ് സൈക്കോളജിയുടെ ഒരു കളിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കണ്ടാ അറിയാം എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നതെന്നൊക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ നായകന്റെ പേര് ജോൺ ആണ്. ജോൺ. അവിടെ സിനിമ കാണുന്ന ആളുകൾക്ക് ശരിക്കും സർപ്രൈസ് അടിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ജോണിന്റെയും രാധയുടെയും കഥയാണ് ഇത്. എങ്ങനെ കൃഷ്ണൻ രാധയായത് മുതലേ എന്റെ സിനിമയുടെ സസ്പെൻസ് തുടങ്ങി. സിനിമ തുടങ്ങിയ കാലത്ത് ആളുകൾ എന്നോട് ഫസ്റ്റ് ചോദിച്ചു, സർ പുരാണം വല്ലതുമാണോ? ഞാൻ പറഞ്ഞു കാത്തിരുന്ന് കാണാം. എന്റെ നല്ല കാലത്തിനോ കഷ്ടകാലത്തിനോ പാട്ട് നല്ല ഹിറ്റായി, യൂട്യൂബിൽ ഭയങ്കര ഇതൊക്കെയായി. അപ്പൊ 1-2 ചില സീന്റെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് വിമർശനം ഉണ്ടായി. ഉടനെ ഫോണ്, സർ സെക്സ് പടമാണ്. അങ്ങനെ ചോദിച്ചല്ലേ? പുരാണത്തിൽ നിന്ന് നേരെ സെക്സിലെത്തി. ഉടനെ കാണുന്നവർക്ക് അങ്ങനെ തോന്നാം, സ്വാഭാവികം. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, അത് വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ആളുകളുടെ റേഞ്ച് പോയ കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സോങ് എല്ലാം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, സാർ ഇതൊരു കൗമാര പ്രേമകഥയൊക്കെയാണോ? പ്രേമകഥയാണോ? പുരാണം പ്രണയായി. പിന്നെ അതിന്റെ അടുത്ത സീനില് മറ്റുള്ള പാട്ടുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ആളുകൾ ചോദിച്ചു, സാർ ഇത് കുടുംബകഥയാണോ? ട്രെയിലർ വന്നപ്പോൾ 5 ഡയലോഗ്സ്. കേരളത്തിൽ അതെ അതെ, കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഡയലോഗ് എനിക്ക് തോന്നുന്നു. അത് ആ ട്രെയിലർ ഒന്നും കാണാൻ, സിനിമ കാണുന്ന ഒരാൾ ആയുസ് കേൾക്കാത്ത ഡയലോഗാണ്. സിനിമ തുടങ്ങി അവസാനിക്കുന്നവർ ആ സിനിമയുടെ ഡയലോഗ്സ് എന്ന് പറയുന്നത് മലയാളമാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഫ്രഷാണ് ഡയലോഗ്സ്. അപ്പൊ ആ ഡയലോഗ്സും അതിന്റെ സീനെല്ലാം കണ്ടപ്പോൾ സാർ ഇത് ആക്ഷൻ പടമാണ്. 8 പാട്ടും ഒരു 14 മിനിറ്റിന്റെ, എന്റെ വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുടിഞ്ഞ 14 മിനിറ്റിന്റെ ട്രെയിലർ കണ്ടിട്ട് ആർക്കും ഇത് ഏത് ഗണത്തിൽപ്പെട്ട സിനിമയാണെന്ന് മനസ്സിലായില്ല. അതാണ് എന്റെ വിജയം. ഞാൻ പറയട്ടെ, ഇത് എല്ലാം ഉള്ളൊരു സിനിമയാണ്. സെക്സ് ഇല്ല ആദ്യം വരെ, എല്ലാം തന്നെ. പിന്നെ അത് തെറ്റിയായിരിക്കും. അല്ല, ഈ പാട്ടിനകത്ത് ഒരു 28 വയസ്സുള്ള ഒരു പുരുഷന് ഒരു കൗമാരക്കാരിയോട് തോന്നുന്ന ഒരു പ്രണയമാസ്പദമാക്കിയ നമ്മളൊരു ഗാനം കാണുന്നത്. അപ്പം അതും ഇതുമായിട്ട് എന്താണ് ബന്ധം ഈ സിനിമയില്? അതിന്റെ കാര്യം ഇതാണ്, സസ്പെൻസ് ആൾക്കാരെ നായകനായ ജോണ്, അവന്റെ തൊട്ട വീട്ടിലെ നായകനായ ജോണിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ ഇപ്പൊ പറയുന്നില്ല. അധികം പറയാതിരിക്കുന്നതായിരിക്കും. അത് ഏതായാലും സിനിമ ഉടനെ ജസ്റ്റ് റിലീസ്. പ്രൊഫഷണൽ ആയിട്ടുള്ള നടൻ തന്നെയാണോ അതോ താങ്കൾ തന്നെയാണ് ജോൺ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ജോണിന്റെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ് പ്രിയ. നിങ്ങൾ വിചാരിക്കും ഓ പ്രിയ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ആയത്തോന്ന് എഴുതിയെന്നാണ് പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയ പാട്ട്. ആക്ച്വലി ഈ പ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പേരാണ്. ആ സീക്വൻസിനകത്ത് ഈ കുട്ടി ഇപ്പം വിമർശകരുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് ഇത്തിരി എക്സ്പോസ് ചെയ്ത് ഉള്ള ഡ്രസ് ധരിച്ചേക്കുവായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ നിങ്ങൾ വളരെ സീരിയസ് ആയി ചിന്തിക്കണം. ഡ്രസ്സിന്റെ ഒക്കെ വില എന്താണ്? ഇവിടെ ഓരോ ദിവസവും ഡ്രസ്സിന്റെ ഒക്കെ വില കൂടിക്കൂടി വരികയാണ്. ശരി, എന്നിട്ടും ഞാൻ ടോപ്പോ ബോട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തേ. ഏതെങ്കിലും എന്തായാലും നമുക്ക് വളരെ വാങ്ങിച്ചു കൊടുത്തല്ലോ ഞാൻ. സത്യം, എനിക്ക് ഒന്ന് സന്തോഷം. വിമർശകർ ഇനിയെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ഇനിയെങ്കിലും ഡ്രസ്സിന്റെ കാരണം ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായിൽ ഇന്ത്യൻ ഡ്രസ്സിന് വില കൂടിയ സത്യമായിട്ട് ഇന്ത്യൻ ദുബായ് എന്ന ചോക്ലേറ്റ് ബായ് രണ്ടാമത്തെ സിനിമയാണ്. ഈ പേരൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നാണോ സ്വന്തമായിട്ട് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ക്യാമറ ഒഴിച്ച് എല്ലാവർക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു ക്രെഡിറ്റ് തന്നെ ആയിരിക്കും അല്ലെ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഇന്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സർവേയുടെ അടിസ്ഥാനം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഇവിടെ ഏഷ്യ വൻകരയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതുമാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇത് റെക്കോർഡിന്റെ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല ആർക്കും. അതെ അതെ, ചെയ്യാവുന്ന ഈവൻ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂയോർക്കിലെ ഒരു ആളുമായിട്ട് സംസാരിക്കണം. അപ്പൊ എനിക്ക് ശരിക്കും സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ അപ്പൊ അവർ പറഞ്ഞ സ്ഥലത്ത് എന്തായാലും ഗിന്നസ് ബുക്കും ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നു. അല്ല, അവർ ഒരു ചാനലുകാരൻ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, സന്തോഷ് സാറേ ആരെങ്കിലും ചെയ്തോന്നല്ല, ആരെങ്കിലും ചിന്തിച്ചോ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഈ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു നിങ്ങളല്ലാത്തൊരു മനുഷ്യൻ ചിന്തിക്കില്ല. ഒരു ജോലി ചെയ്യാനൊക്കെ ആദ്യം ചിന്തിക്കണല്ലോ.
ഇതൊക്കെ ചെയ്തു നോക്കാം എന്ന് ചിന്തിക്കണമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാ. നിങ്ങളൊന്ന് അതിന്റെ നോമിനേഷൻ ഞങ്ങൾക്ക് ഞാൻ ബാക്കി ചെയ്യാം. അല്ല, അതിൽ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ നമ്മളിപ്പോ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പണ്ട് സൽമാൻ ഖാനൊക്കെയാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഗൂഗിളില് താങ്കളുടെ പേരിന്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് ഞാനിത് അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞ പല റെക്കോർഡ്സ് ഞാൻ അറിയാതെ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ഒരു ദിവസം 9,000 മുതൽ 10,000 ആളുകൾ സൽമാൻ ഖാന്റെ വിസിറ്റ് ചെയ്യുന്നു. എന്റേത് വിസിറ്റ് ചെയ്യുന്നു 1.5 ലക്ഷം to 2 ലക്ഷം. അപ്പൊ ഇത്രയും ഫാൻസിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? സൽമാൻ ഖാൻ ഇത് അറിഞ്ഞ എന്റെ ആളെ വിട്ട് തല്ലിക്കും. താങ്കൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ തോന്നുന്നു. താങ്കൾ ആദ്യത്തെ കൃഷ്ണനും രാധയും എന്ന ചിത്രം പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും എങ്ങനെയാണ്, ഒരു പേടിയാണോ അതോ? സാമ്പത്തിക സൈഡിൽ ഞാൻ പറഞ്ഞു എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോണ്ട് സാമ്പത്തികം ഞാൻ തന്നെയാണ് നിർമ്മിച്ചത്. എത്ര രൂപ മുടക്കി മൊത്തം? അതിപ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സാമ്പത്തിക സൈഡിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലിക്കിന് നമുക്ക് 4 രൂപ വെച്ച് കിട്ടുന്നു. സോ ഇപ്പോൾ തന്നെ ഞാൻ അതുകൊണ്ടാണ് രണ്ടാമത്തെ സിനിമ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങിയത്. അതിന്റെ ഓഡിയോ ഒക്കെ ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. നല്ല ഹിറ്റിലാണ് പോകുന്നത് യൂട്യൂബിൽ. ഓഡിയോ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തെ സിനിമയായ കാളിദാസൻ കവിത എഴുതുകയാണ്. അതിന്റെ കവിത എഴുതുകയാണ്. നല്ല പേരുകളാണ്, ക്യാച്ച് ആയിട്ടുള്ള. അപ്പൊ ഈ 3 സിനിമകളും ശരി, അതായത് 6 മാസം മുമ്പ് എനിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഭഗവാന്റെ മുന്നിലിരുന്നിട്ട് ആദ്യത്തെ ലൈൻ എഴുതുക. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ കൃഷ്ണ, ഈ സിനിമയൊക്കെ ഇറങ്ങി പടം പൊട്ടിയാൽ എന്നെയൊക്കെ ആരെങ്കിലും അറിയൂ, ആരെങ്കിലും ഇത് സന്തോഷമാണോ എന്നെങ്കിൽ ചോദിച്ചാൽ വലിയ കാര്യമായിരുന്നു. എന്ന അവസ്ഥയെന്നാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച അവസ്ഥയെന്നാണ്. എന്ത് കൂളായിട്ട് സിനിമയൊക്കെ കംപ്ലീറ്റ് ആയി. 2-3 അഹങ്കാരം പറഞ്ഞല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അഹങ്കാരമായിട്ടൊന്നും തോന്നില്ല സന്തോഷ് പണ്ഡിറ്റ്. ഇത് അഹങ്കാരത്തിനൊക്കെ അപ്പുറമാണ്. പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് ഞാൻ പറഞ്ഞു വേറെ ആളാണ് കൊടുത്തിരുന്നത്. നോക്കിയപ്പോ അത് കമ്പനികൾ എന്നെ സമീപിക്കുകയായിരുന്നു. നിങ്ങൾ ഇതിന്റെ റൈറ്റ്സ് തരണം, കാരണം ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് കിട്ടും, വെറുതെ വേസ്റ്റ് ചെയ്യാൻ ഡാറ്റാന്ന് പറഞ്ഞു. ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് കിട്ടും. 4 രൂപ. അതേപോലെ തന്നെയാണ് ഹലോ ട്യൂണും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഹലോ ട്യൂൺ നിങ്ങൾക്ക് തന്നെ അറിയാം. രാത്രി ശിവരാത്രി താങ്കളെ സമീപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് എന്തോ റൂമർ കേട്ടു. കൂടുതലായിട്ടൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെ റൂമർ കേട്ടു 5 ലക്ഷം രൂപയ്ക്ക് താങ്കളോട് വാങ്ങാൻ വന്നോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹലോ ട്യൂണും പൊതുവെ വളരെ ഗുണകരമാണ്. കാരണം വെച്ചാൽ ഒരാളെടുക്കും നമുക്കൊരു 15 രൂപ അങ്ങനെയൊക്കെ വെച്ച് കിട്ടും. അപ്പൊ അത് പാട്ട് ഹിറ്റാണ്. ഇതൊന്നും ഹിറ്റാകുന്നില്ല, ഇതൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, രാത്രി ശിവരാത്രി ഒക്കെ റെക്കോർഡിലേക്കാണ് നിൽക്കുന്നത്. അത് സാധാരണ പടം റിലീസ് ആയതിനു ശേഷമാണ് ഈ ഹലോ ട്യൂണൊക്കെ ഇങ്ങനെ പോകാം. ഇത് പടം 3 മാസം മുമ്പേ അതേ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പടം റിലീസ് ഗാനം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പടം റിലീസായ ഒന്നുകൂടി, കാരണം കുറച്ചുകൂടി സാധാരണക്കാർ കൂടിലേക്ക് എത്തുമല്ലോ. നമുക്ക് കുറെയൊക്കെ ഇന്റർനെറ്റ് ശൈലിയിലല്ലോ. അപ്പൊ അതും കൂടെ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ അതെ ഓക്കെ നിങ്ങളുടെ ചോദ്യം ഉത്തരം തരാം. സാമ്പത്തികമായി എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഇപ്പൊ തന്നെ ഇറക്കിയ പൈസ കിട്ടി. ഇനി ഈ കേരളത്തിൽ ആകെ 10 രൂപയാണ് എനിക്ക് കളക്ട് ചെയ്യുന്നതെങ്കിലും ഈ കേരളത്തിൽ വെറും 10 രൂപയാണ് എന്റെ കൃഷ്ണന്റെ ആദ്യം കളക്ട് ചെയ്യുന്നത്. അതെനിക്ക് ലാഭമാണ്. അത് വാങ്ങിച്ചിട്ട് ഓക്കെ നമ്മൾ സാമ്പത്തികമായി ഇറക്കിയ പൈസ പടമാണെങ്കിലും വിചാരിച്ചു ഫസ്റ്റ് ഹൗസ്ഫുൾ ആയാൽ തന്നെ ലാഭം തിരിച്ചു കിട്ടി. താങ്കൾ ഹൗസ്ഫുൾ ആക്കാനുള്ള എല്ലാ മാർക്കറ്റിംഗും താങ്കൾ ചെയ്തിട്ടുണ്ട്. യാതൊരു പൈസയും ചെലവില്ലാതെ ഞാനും പോയി കാണും ഫസ്റ്റ് ഹൗസ്. അല്ല ചെലവില്ലാതെ ബാക്കിയുള്ളവർ ഇവിടെ കോടികൾ മുടക്കി ചെയ്യുന്നതാണ് ഒക്കെ ജനങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എവിടെയെങ്കിലും ഫ്ലക്സ് കാണുന്നുണ്ടോ അത് ജനങ്ങൾ ചെയ്താണ്, ഞാൻ ചെയ്തല്ല. എത്രയോ ഫ്ലക്സ് എല്ലായിടത്തും ഉണ്ട്. ഞാനൊരു ദിവസം അങ്ങനെ ഈവൻ കോഴിക്കോട് കൂടെ പോകുമ്പോണ്ട് എന്റെ ഒരു ഫ്ലക്സ് ഞാൻ ടീച്ചർ അങ്ങനെയൊക്കെ കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ, ഇത് ഞാനാണല്ലോ. കാരണം പ്രത്യേകിച്ച് മമ്മമ്മ മായാവി എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ കേട്ടിട്ടില്ല. വളരെ ഒന്ന് പാടുവോ പ്ലീസ്? അല്ലെ കൊച്ചു പിള്ളേർക്ക് പറ്റിയ ക്യാച്ച് ആയിട്ടുള്ള സോങ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സന്തോഷം വേണ്ടി എനിക്ക് ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് തോന്നുന്നു. കാരണം താങ്കളെല്ലാം വിമർശകരെ അടിച്ച് തെറി വിളിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു താങ്കൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് ഫുൾ കൗമാരക്കാരാണ്, പെൺകുട്ടികൾ അനവധി കാണുന്നുണ്ട്. മായാവി സൺഡേ മാത്രം വർക്കിംഗ് ഹേ മറ്റു ദിവസങ്ങൾ ഹോളിഡേ ഹേ സൺഡേ മാത്രം വർക്കിംഗ് ഹേ മറ്റു ദിവസങ്ങൾ ഹോളിഡേ ഒല്ലെ 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 ഒയെ 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 ഒല്ലെ 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 ഒയെ 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 മമ 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 മായാവി ഡാഗിനി. ഇവിടെ അത് പാടുന്നതിൽ തന്നെ സന്തോഷം. ഈ സന്തോഷിന്റെ പ്രണയമായിട്ടുള്ള ഷോ ആണ്. നമുക്ക് കൃഷ്ണനും രാധയും പ്രൊമോട്ട് ചെയ്ത പിന്നെ അതങ്ങ് ആയിപ്പോ. കൃഷ്ണനാണോ? ഈശ്വര, അങ്ങനെയൊന്നുമല്ല. ഇന്നേ അവരാരും പ്രേമിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ
ആരും പ്രേമിച്ചിട്ടില്ലെന്നോ അതോ സന്തോഷം ആരും പ്രേമിച്ചിട്ടില്ല? അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാരും പ്രേമിച്ചിട്ടുണ്ട്. എല്ലാരും എന്നല്ല, ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ എല്ലാം മനസ്സിലായി. ഈ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റും സന്തോഷം? ഞാൻ പറയട്ടെ, പ്രണയം. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ പ്രണയം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മള് കോളേജ്, ഞാനാരും പ്രേമിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രേമിച്ച് മറ്റുള്ളവർ പ്രേമിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്ത് കാര്യം ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ മറ്റുള്ളവർ പ്രേമിക്കുമ്പോൾ അയ്യോ അങ്ങനല്ല നമ്മൾ പുറമേ നിന്ന് ഓക്കെ ഇത് അറിയപ്പെടുന്ന ലൈൻസിനെയൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. ഞാൻ ആകെ ഒരു കാര്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് പറയും, ചില പെൺകുട്ടികൾ പറയും ആൾക്ക് അധികം വേഗാതെ ജോലി കിട്ടും. അവള് ഇഷ്ടപ്പെടുന്ന ചങ്ങാതിക്ക് ഇപ്പൊ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ എടുക്കും. ചില ചങ്ങായിമാർ എടാ അവള് നല്ല ഫിഗർ അല്ലേ, അപ്പൊ ഈ ജോലി കിട്ടുന്ന പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കും എന്തെങ്കിലും കാരണത്താൽ ആ ക്യാമ്പസ് ഇന്റർവ്യൂ തഴഞ്ഞാൽ ഇവൾ അവനെ ഒഴിവാക്കും. കാരണം ഇഷ്ടപ്പെടാണ്ടായ കാരണം അവന് ജോലി കിട്ടും എന്നാണല്ലോ. അപ്പൊ ചിലർ പറയും ആ പെണ്ണ് നല്ല ഫിഗറാ. ഞാൻ ആലോചിക്കും എന്തെങ്കിലും കാരണത്താൽ ആ പെണ്ണിന്റെ ഫിഗർ പോയി ഇവൻ അവളെ ഒഴിവാക്കും. മനസ്സിലായി? അപ്പൊ ചിലർ പറയും എന്റെ അതേ ജാതി എന്റെ മതമൊക്കെയാണ്, അപ്പൊ ഇനി കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ആ പെണ്ണ് കളവാ പറഞ്ഞെങ്കിലും ഇവൻ ഇഷ്ടപ്പെടുന്ന ആ ജാതിയാണ്, ഇവൻ ഇഷ്ടപ്പെടുന്ന ആ നിറത്തെയാണ്, ഇവൻ ഇഷ്ടപ്പെടുന്ന ആ ജോലിയാണ്. ദാറ്റ് ഈസ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഞാൻ വളരെ അപൂർവം ഒരാളെ കേട്ടുള്ളൂ, സന്തോഷേ എനിക്ക് അവരെ ഇഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇങ്ങനെ പറയുന്ന വളരെ അപൂർവം ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാരാണ്? പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ലേ സത്യം. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? അവർ ഇതാണ്. ഞാൻ ശരിയാണ്, താങ്കൾ പറയുന്നത് ബന്ധമില്ലെങ്കിൽ എവിടെയൊക്കെ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 6 മണിക്ക് ദിവസം കാണാൻ, അപ്പൊ ഓക്കെ 6 മണിക്ക് ആ വ്യക്തി വരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്രയ്ക്ക് ആത്മാർത്ഥമുള്ള സ്നേഹം നമുക്ക് ആ വ്യക്തിയോട് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും ശരിക്കും ഇങ്ങനെ ഒരു സൂചി കുത്തുന്ന നമുക്ക് ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് ഒക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ അവൾ 6 മണിക്ക് വന്നാൽ എന്റെ സൂചി കുത്തുവോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹം നമുക്ക് മനസ്സിലാകും. അതായത് അത് എന്തുകൊണ്ട് അതിന് ഫോണും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതാ ഞാൻ പറയുന്നത്. അതേസമയം നിങ്ങൾ പറയുന്ന അപ്പൊ അവര് ഫിഗറാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അത്രയൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോ അവരിപ്പോ നിങ്ങൾ വിളിച്ചത് ഇനി നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ തീരെ നീ കാണാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഞാൻ പറയട്ടെ, ഈ സ്നേഹം അതായത് ഒരു എങ്ങനെ പറയാ, ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഓടി നടക്കുന്ന ഒരു ചിത്രശലഭം പോലെയാണ് പ്രേമിക്കുന്നവർ. നല്ല പൂവിനെ കണ്ടത് അവിടെ വന്നിരിക്കും. അങ്ങനെയല്ല പറയുന്നത്. ഈ ഓടിക്കളിക്കുന്ന ചിത്രശലഭം എന്ന് പറഞ്ഞാൽ അതിലെവിടെയും ഓടാം. അതേസമയം കല്യാണവും പ്രേമം എന്നുള്ള വ്യത്യാസം, കല്യാണം എന്ന് പറയുമ്പോൾ ഒരു സൂചിയുടെ മുനയിൽ ഒരു ചിത്രശലഭത്തെ കുത്തിയ പോലെ. ഒരു പ്രേമത്തിന് ഒരിക്കലും ഒരു നിർവചനം കൊടുക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ പ്രേമത്തിന് നിർവചനം കൊടുത്തുകൊണ്ട് ഒരു പെണ്ണിനെ ഒരു ആണിനെ സ്നേഹിച്ചുവെങ്കിൽ അത് സ്നേഹമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നുവരാരും ജെന്യുവൻ ആയിട്ട് പ്രേമിക്കാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ എന്നെ സ്വന്തം പ്രേമം എന്ന് പറയുമ്പോൾ ഈ ഒരു അത്ര ആത്മാർത്ഥത വേണം. ഇത് കിട്ടിയാൽ കിട്ടി, ഇത് കിട്ടിയാൽ കിട്ടി. ഞാൻ പല കോളേജ് ലൈവിലും കാണുന്ന തരുമോ, സന്തോഷം ഒരു തമാശ, ബൈ ചാൻസ് കിട്ടിയാ കിട്ടിയില്ലടാ, എടാ അത് കോടീശന്റെ മോളടാ. ഓരോരുത്തർ അതിലെ പെൺകുട്ടികളും പറയും നോക്കാം ഒരു ജോളി ഡിഗ്രി കഴിയുന്നവരെ ബൈ ചാൻസ് അവരെ ജോലിയൊക്കെ കിട്ടി നന്നാവാണെങ്കിൽ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന സത്യം ഇതിലെന്താ ഇതൊക്കെ പറഞ്ഞ് വെച്ച് ചോദിക്കാണ്, ഒരു ആത്മകഥ എഴുതിക്കൂടെ? അല്ല, ആത്മകഥ എഴുതാൻ മാത്രമുള്ള പ്രായമൊന്നും അല്ല, അങ്ങനല്ല, ഒരു ആത്മകഥയായിട്ട്. ഇതിപ്പോ ആത്മകഥ എഴുതുകയാണെന്ന് പറഞ്ഞപ്പോ ഞാനെന്ത് എഴുതുക? ഞാൻ പറഞ്ഞാൽ ആ ഒരു എന്റെ ലൈഫിൽ ഇപ്പൊ മൊത്തം ഉണ്ടായിച്ച ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങോട്ട് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരെ അടക്കം ഇന്നലെ കണ്ട ഒരു കുട്ടിയെ വരെ പ്രേമിച്ച കഥയാണ് എന്റെ കഥ പറയാനുള്ളത്. ആത്മകഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിനിപ്പോ ഒരു പേര് കൊടുക്കാൻ പോലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ എന്റെ പ്രേമാന്വേഷണ പരീക്ഷണം. താങ്കൾ അങ്ങോട്ട് പ്രേമിച്ച കഥകളാണോ? ഒക്കെ അങ്ങോട്ടാണ്. അപ്പൊ താങ്കൾ ചിത്രശലഭം കുത്താത്ത ചിത്രശലഭം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന് പ്രേമിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പ്രേമിക്കുകയാണെങ്കിൽ അത് അങ്ങനെ വേണമെന്നാണ്, പ്രേമിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാനിപ്പോ ഒരു ആത്മകഥ എഴുതാൻ പറഞ്ഞാൽ ഞാൻ കുറെ പെമ്പിള്ളേർ അങ്ങോട്ട് പ്രേമിച്ചു, ഇവരാരും എന്നെ ഇങ്ങോട്ട് പ്രേമിക്കാത്തായിട്ടുള്ള കഥയാണ് ഇത്. അപ്പൊ ഒന്നുകിൽ അങ്ങനെ പറയാം, അതല്ലെങ്കിൽ പറയാം സന്തോഷ് പണ്ഡിറ്റിന്റെ 101 തൂറ്റിപ്പോയ പ്രേമകഥകൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സന്തോഷേട്ട 101 കാമുകിമാർ വിളിക്കുന്നു. അത് നല്ലൊരു പേരാണ്. സന്തോഷേട്ട സുഗതേട്ട സുമിത്ര വിളിക്കുന്നു, സന്തോഷേട്ട 101 കാമുകിമാർ വിളിക്കുന്നു. കൊള്ളാം. ഇനി നമ്മളുടെ ജോലിയിലേക്കാണ്. വാലന്റൈൻസ് സ്കോർ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ഉത്തരം. ഒരു പെൺകുട്ടി മുഖത്തടിച്ച ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? ശരിയല്ല, എനിക്ക് ഉത്തരം മനസ്സിലായി. ഓർമ്മയുണ്ട്. പ്രേക്ഷകരോട് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലെ? വിവാഹം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ?
കഴിപ്പിക്കുവോ? അല്ല സോറി, കഴിക്കുവോ? ഇതിനുശേഷം നോക്കണം. ഈ പടം റിലീസ് ചെയ്യുന്നതിന് ശേഷമോ? തീർച്ചയായിട്ടും. എങ്ങനെയുള്ള പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കുന്നത്? സെലിബ്രിറ്റി ആണോ, സിനിമാ നടിമാരെയാണോ, അതോ? പക്ഷെ ഞാൻ ആദ്യം പറയാണ്, ഇപ്പൊ ഞാൻ ക്യാമറ ഒഴിച്ച് എല്ലാ ജോലികളും ചെയ്തു. തീർച്ചയായിട്ടും 25ാമത്തെ പ്രാവശ്യം അതല്ല ആ സമയം അപ്പൊ നമുക്ക് അത് വലിയൊരു കാര്യമാണെന്നോ ഭയങ്കര സംഭവം പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു അതിനേക്കാൾ കഷ്ടപ്പാടാണ്, നിങ്ങൾ ചോദ്യം ഉത്തരം പറയുന്നത്, അതിനേക്കാൾ കഷ്ടപ്പാടാണ് യഥാർത്ഥത്തിൽ ഒരു വീട് കൊണ്ടുനടക്കാൻ. എനിക്ക് 3 വീടുണ്ട്. ഈ 3 വീടും അടിച്ചുവാരലും ഇതിലുള്ള എല്ലാ പണികളും ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്നെ ഒരാളെ കൊണ്ട് നടക്കാനുള്ള കഷ്ടപ്പാടും അതിന് വേണ്ടി വരുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഒരു സ്ത്രീയല്ല, ഒരു ടിപ്പിക്കൽ സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞത്. താങ്കളപ്പോ ഇത്രയും കഷ്ടപ്പാടുണ്ടോ വീട്ടിൽ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സന്തോഷ് കിടിലായിട്ട് ഇന്റർവ്യൂ ആണ്. നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി, സന്തോഷ് എങ്ങനെയാണ് ഈ പൈസ ഒപ്പിച്ചത്, ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ, സിനിമ? പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, എല്ലാ ജോലികളും ഞാനാണ് ചെയ്ത്. പൈസയെ പറ്റിയിട്ട് അധികം ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. പൈസ കൊടുക്കണ്ടേ ക്യാമറ? തീർച്ചയായിട്ടും എനിക്ക് കൂടുതലുള്ള വീടുകളിൽ ഒരു വീട് വിറ്റു. ഗ്രാമങ്ങളുടെ കടുത്ത ആരാധകന. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഇപ്പൊ കോഴിക്കോട് ഞാൻ താമസിക്കുന്ന മലേന്റെ മുകളിലാണ്. എന്റെ വല്ല ആരാധകൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ അതോടെ ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക്. കാരണം ഞാൻ അത്രയും ശരിക്കും പറഞ്ഞാൽ സിറ്റി ലൈഫ് ഞാൻ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഗ്രാമങ്ങളാണ് ഇഷ്ടം. കാരണം നല്ല പച്ചപ്പുണ്ട്, നല്ലൊരു ശ്വാസം കിട്ടും. അത് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. ഈ കിട്ടിയ അവസരത്തിൽ ഞാൻ വേഗം സിറ്റി വീട് വിട്ടിട്ട് ഗ്രാമത്തിലേക്ക് മാറേണ്ടത്. അങ്ങനെ കൃഷ്ണൻ രാധ എടുത്തു. ഇനി താങ്കൾ ഇത് കണ്ടിട്ട് താങ്കൾ ഏതെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, താങ്കൾക്ക് കൃഷ്ണനും രാധയും എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നു, താങ്കൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആരെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജോണിന്റെ ക്യാരക്ടർ അഭിനയിപ്പിക്കുക? തീർച്ചയായിട്ടും എനിക്ക് ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ട്. ലാലേട്ടനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഈ ഷോ എങ്ങനെയാണെങ്കിലും പറഞ്ഞ് ലാലേട്ടന്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും രാധ എന്ന ക്യാരക്ടറിൽ ജോൺ താങ്കൾ ചെയ്യിപ്പിക്കുന്ന ലാലേട്ടനെയാണ്. ഈ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യം? അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും ഒരു പുതുമുഖത്തെ, കാരണം വെച്ചാൽ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അതൊരു 14 വയസ്സ് ലുക്ക് തോന്നുന്ന ഒരു പെൺകുട്ടി വരണം. എത്രയോ ആൾക്കാരുണ്ട് 14 വയസ്സ് ലുക്ക്. അല്ല ഓക്കെ, അത് നമ്മൾ ഇപ്പൊ നോക്കണം. ഇപ്പൊ നമുക്ക് വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊന്നും അതിനേക്കാൾ പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ചെറിയ കുട്ടി വരണം. ആ പുതുമുഖത്തെ വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത പടത്തിൽ ഞങ്ങളെ അഭിനയിപ്പിക്കോ? തീർച്ചയായും. എന്തായാലും ഇനി നമ്മളെ സമയം അനുവദിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് 2-3 സ്പീഡിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് ഇന്റർവ്യൂ. എനിക്കൊന്ന് യൂട്യൂബിൽ ഈ എപ്പിസോഡ് തകർക്കല്ലേ അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇത് ഹോളിവുഡിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യല്ലോ, ഞാൻ ഒരേ സമയം തന്നെ തമിഴ് ഹിന്ദിയും ചെയ്തിട്ടുണ്ട്. ഇതാരാണ് ഹോളിവുഡിൽ ഇറക്കാൻ ഇത്ര പ്രേരിപ്പിക്കുന്നത് താങ്കളെ? അയ്യോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ ഫസ്റ്റ് സിനിമ ഒരേ സമയം ഞങ്ങള് തമിഴിലും ഹിന്ദിയിലും ചെയ്ത സിനിമയാണ്. എനിക്ക് സമയം കിട്ടാത്തത് ഞാൻ പറഞ്ഞില്ല, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് പറയാം ഇയാളെന്തോ സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടാണ് തമിഴ് ഹിന്ദി എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ കേരളത്തിൽ ജനത തന്നെ കൈവിട്ടാലും ഇതേ തമിഴ് ഹിന്ദി ഇതേ കേരള ജനതയെ ഞാൻ കാണിക്കും. വളരെ വ്യത്യാസമുണ്ട്. തമിഴ് ഹിന്ദിയും കുറച്ച് വ്യത്യാസം വരും. അത് താങ്കൾ തന്നെയാണ് അഭിനയിക്കുന്നത്? സെയിം അതേ ടീമിനെ വെച്ച് ഞങ്ങൾ 3 ഭാഷയിൽ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി ജനഹൃദയങ്ങൾ ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ ആ കോഴിയുടെ മുട്ടയുടെ, അതൊന്ന് ആ സ്റ്റൈലിലൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ വലിയ ഉപകാരമായിട്ട്. നമ്മളിപ്പോ ഇങ്ങനെ ചിരിച്ചിങ്ങനെ സംസാരിക്കാനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്പോട്ടിൽ ഡയറക്ടർ ചെയ്യുന്നതാണല്ലോ. താങ്കൾ ഡയറക്ടർ കൂടെ ആകുമ്പോൾ താങ്കൾ മനസ്സിലാവും. ശരി, ഒരു ചെറിയൊരു ഡയലോഗ്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമല്ല. ഒരു മോയിൽ എത്ര മുക്കിയാലും ആനയോളം പിണ്ടം വിടില്ലെന്നാണ്. വീണ്ടും കാണാന്നല്ല, വീണ്ടും കണ്ടിരിക്കുന്നു പറ. എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ വന്നതിലും. ഞങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധങ്ങൾ തോന്നുന്നുണ്ടോ? നമ്മുടെ ചോദ്യങ്ങളൊക്കെ അറിയാലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സത്യം പറയാലോ, നിങ്ങളുടെ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ടെൻഷനിലൂടെ വന്നത്. കാരണം ഒരു സൈഡിൽ ജിത്തുബായും ചോക്ലേറ്റ് ബായുടെ ഷൂട്ടിങ്ങും, മറ്റേ സൈഡിൽ ഞാൻ ചിന്മുദ്ര പിടിക്കുന്നുണ്ട് കയ്യിലെപ്പോഴും. ഇങ്ങനെ കുറച്ച് പേരുണ്ട്, പക്ഷെ ചിലപ്പോൾ പലപ്പോഴും ഞാൻ ഈ വെക്കുന്ന ആളുകള് പലപ്പോഴും നമ്മളെ അതുകൊണ്ടാണ് ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അങ്ങനല്ല, നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കുന്ന ജോലികൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തലവേനയാവും. താങ്കളെ കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ താങ്കൾ വ്യൂവർഷിപ്പ്, താങ്കൾ നെഗറ്റീവ് അല്ല ആയക്കൂടെ, താങ്കൾ ഹിറ്റായ ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് അത്രയും ആൾക്കാർ ഈ എപ്പിസോഡ് കാണുമെന്ന് കരുതിയിട്ട് തന്നെയാണ് താങ്കൾ കൊണ്ട്. അത് താങ്കൾ മനോഹരമായി ചെയ്തു. ഞങ്ങളോട് എന്തെങ്കിലും അവസാനമായിട്ട് ചോദിക്കാനുണ്ടോ? എന്തും ചോദിക്കാം, എന്തും ചോദിക്കൂ. ഞാൻ പ്രേമത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡെഫിനിഷൻ തരേണ്ടായി. ആ രീതിയിൽ നിങ്ങൾ ആരും പ്രേമിച്ചിട്ടുണ്ടോ?
ആ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. നിങ്ങൾ പ്രേമിച്ചോ ഞാൻ ചോദിക്കുന്നില്ല, ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ദാറ്റ് ഈസ് സന്തോഷം പറഞ്ഞ കാര്യമാണ്. ഒരു ഇത് ഞാനും പറഞ്ഞു നടക്കുന്ന ചിത്രശലഭമാണ്. സന്തോഷം പറഞ്ഞ ഞാൻ പറയാം, ഞാനും ചിത്രശലഭം തന്നെയാണ്. പക്ഷെ എന്റെ മുമ്പിൽ ആരെങ്കിലും പുറത്തു കൊണ്ട് ഈ സൂചി കുത്താൻ സമ്മതിക്കത്തില്ല. അല്ല, അത് രീതി പ്രേമിച്ചോന്നേ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രേമിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. അപ്പൊ അതിന്റെ ഉത്തരേ ഒരുപാട് അല്ല, ഇവിടെയോ ഇല്ല. ഇനി രാത്രി ആ രീതിയിൽ അല്ലാതെ പ്രേമിച്ചിട്ടുണ്ട്. അതുമില്ല, എനിക്ക് ഇൻഫാച്വേഷൻസ് ഉണ്ടായിരുന്നു. കാളവണ്ടിക്ക് സെന്ററിലൊക്കെ. ഇനിയും നമുക്ക് ഒരു ചെറിയൊരു ഗാനത്തോടു കൂടി രാത്രി ശുഭരാത്രി ഹിറ്റ് ഗാനം പറഞ്ഞിട്ട്. ഈ പാട്ട് ശരിക്കും ലൈവായിട്ട് പാടണമെങ്കിൽ ആ കുട്ടി കൂടെ ഇവിടെ വേണമായിരുന്നു. ആ ഏതെങ്കിലും ഒരു കുട്ടി അതേപോലെ. അപ്പോട്ടെ തൽക്കാലം ഇല്ലാത്ത ശരിയാവില്ല. ശരിയല്ല, ഞാൻ ഓർത്ത് ഊഹിച്ചു പാടും, അതേ നടക്കും. എനിക്ക് ആ കാമാക്ഷിയാണ് കാണേണ്ടത്. റെഡി? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി, രാഗമനുരാഗം നീയെന്നും അനുരാഗി, പ്രേമം പുതുപ്രേമം നീയെന്നും മണവാട്ടി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. ഞാൻ പാടുമ്പോൾ സന്തോഷമില്ലേ? മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ സന്തോഷമില്ലേ? തീർച്ചയായും ഒരുപാട് സന്തോഷം. കളിയാക്കിയൊന്നുമല്ല, സന്തോഷിനെ ഞങ്ങൾ ചോദിക്കാൻ വരുന്ന ഇങ്ങനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് ബ്രദർ, ഇനി ഒന്ന് ഫീൽ ചെയ്യാൻ കണ്ടിട്ട് രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി. ഈ എപ്പിസോഡ് ഒരു ഫൺ എന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ആരെയും ഹേർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ടൈം ഫോർ us to wind up, അല്ലേ? Yes. Good night. This is Joanne Ilza saying